അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതാ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നമ്മുടെ പച്ചമുളകും സവോളയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ചീര. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ പച്ച നിറത്തിലെ ചീരയാണ്. അപ്പോൾ അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങും ചീരയും ഈ സാധനങ്ങളും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഒരു ഡിഷാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മൾ പാനിലാണ് ചെയ്യുന്നത്. പാൻ വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി 1 ടേബിൾ സ്പൂണ് കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതെ. ഇനി നമ്മൾ ഒരു നുള്ള് നമ്മുടെ ജീരകം, നല്ല ജീരകം, പിന്നെ നമ്മുടെ വറ്റൽമുളക്, ഒരു വറ്റൽമുളക് രണ്ടായിട്ട് മുറിച്ചത്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ജീരകവും ഇതൊക്കെ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് 5 വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കാം. അത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ചെറിയതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയാണ്. ഇനി നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഇളക്കി കൊടുക്കാതെ ഇളക്കി കൊടുക്കുക. ഇത് വളരെ വേഗം തന്നെ തയ്യാറാവുന്ന ഒരു റെസിപ്പിയാണ്. അതെ, ഇത് നമുക്ക് ചോറിന്റെ കൂടെ അല്ലെങ്കിൽ മറ്റേ ചപ്പാത്തിയോടോ പൂരിയുടെ കൂടെ ഒക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം. പിന്നെ നമുക്ക് പച്ചമുളക്, നമ്മള് 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ 3 പച്ചമുളക്. ഇത് വലിയ എരിവില്ലാത്ത പച്ചമുളക് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ വറ്റൽമുളകിന്റെയും പച്ചമുളകിന്റെയും മാത്രം എരിയാണ് നമുക്ക് ഇതിനകത്ത് ആവശ്യമായിട്ടുള്ളത്. നമ്മൾ മുളക് പൊടി എക്സ്ട്രാ നമ്മൾ ചേർക്കുന്നില്ല. ഇതും ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അടുത്ത ചേർക്കാതെ മീഡിയം സൈസിലെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്. അതെ, മറ്റേ ഓംലെറ്റിലൊക്കെ അരിയുന്നത് ചെറുതായിട്ട് അരിഞ്ഞത്. അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാതെ. ഉള്ളി ഒരു അത്യാവശ്യം ഒന്ന് വഴന്ന് വരുന്നവരെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് പെട്ടെന്നാകും. അപ്പം അതിൻ്റെ കൂടെ നമുക്ക് സ്വല്പം നമ്മുടെ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചമണം ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം നമ്മുടെ ഉള്ളി അതിൻ്റെ കൂടെ തന്നെ വഴന്ന് റെഡി ആയിക്കോളും. അപ്പം ഇനി നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ 2 ഉരുളക്കിഴങ്ങ് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുത്താണ്. അപ്പം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് വേണം ആദ്യം നമുക്കൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഉരുളക്കിഴങ്ങ് വെന്തിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടി ചെയ്യാൻ. ഇതിനോട് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. അത് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഉപ്പ് എല്ലാവരും ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേകാൻ ആവശ്യത്തിന് 1/4 കപ്പ് വെള്ളം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കൂട്ടി വെച്ചിട്ട് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് അടഞ്ഞിരിക്കട്ടെ. അവിടെ അടഞ്ഞിരിക്കട്ടെ. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പണി ചെയ്യാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ല വൃത്തിയായിട്ട് വെന്തിട്ടുണ്ട് സംഭവം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചീര ചേർത്തെടുക്കാം. ഇത് നല്ല ചെറുതായിട്ട് അരിഞ്ഞ്, ഇപ്പം ഈ ചീരയ്ക്ക് പകരം നമുക്കിപ്പം നാട്ടിൽ പാലൊക്കെ കിട്ടുകയാണ്, അത് വെച്ചും ചെയ്യാം കേട്ടോ. അതും നല്ല നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയാണ് സാധനം. ടേസ്റ്റിനേക്കാൾ ഉപരി ഹെൽത്തിയാണ്, അതാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ. അപ്പോഴേ നമുക്ക് ചീരയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു. എന്നിട്ട് ഇനിയിപ്പോൾ രണ്ടിനും കൂടെ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങേ നമ്മൾ പിന്നെ ഉപ്പ് ചേർക്കാന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങിൻ്റെ അകത്തോട്ട് ഉപ്പ് ചേർക്കാം. അതുകൊണ്ടാണ്. അപ്പം ചീരയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അപ്പോൾ നമ്മൾ മുഴുവൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് അധികം നേരം വേണ്ട. കാര്യം അറിയാമല്ലോ നമുക്ക് ചീരയുടെ ചീര എന്നല്ല ഏത് ഇലയാണേലും
പെട്ടെന്ന് ആവി കയറിയാൽ മതി. അപ്പൊ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്നും കൂടെ ഒന്ന് വേവിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുക. ഇത് അടച്ചു നോക്കാം ചെറിയ തീയില്, അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. തീരെ ചെറിയ തീയിൽ വെച്ച് വെച്ചാൽ മതി. അപ്പോൾ ഒരു 2 മിനിറ്റ് അവിടെ നിന്ന് ഇരുന്നോട്ടെ സാധനം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പണി ചെയ്യാം. നമുക്കപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം സംഭവം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ ചീരന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. വെള്ളം ഇറങ്ങി. അതിനുള്ള ചീര നന്നായിട്ട് നമ്മൾ എന്തുമാത്രം ക്വാണ്ടിറ്റി സാധനം ഇട്ടത്, പക്ഷെ മുഴുവൻ വെന്ത് നല്ല ഇതായിട്ട്. അപ്പൊ ഇനി ഇതെല്ലാം ഇവിടെ നേരത്തെ ഇട്ടിട്ട് വെള്ളം പറ്റിച്ചെടുക്കാം നമുക്ക്. ഇപ്പൊ നമുക്ക് തീ ഒരു സ്വല്പം കൂട്ടി വെക്കാം, ഒരു മീഡിയം ലെവലിൽ വെച്ചിട്ട്. വെള്ളം ഒന്ന് വറ്റുന്നതിന് വേണ്ടിയാണ്, എളുപ്പം വറ്റാൻ വേണ്ടിയാണ് നമ്മൾ തീ കൂട്ടി വെച്ചത്. നമ്മൾ ഓഫ് ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി, മതിയെന്നില്ല. അതെ, പക്ഷെ നമുക്കിപ്പം പെട്ടെന്ന് കഴിക്കാനായതുകൊണ്ട് നമ്മള് ഇച്ചിരി മീഡിയം ഫ്ലെയിമിൽ വെച്ച് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇടയ്ക്ക്, അടുക്കി പിടിക്കാതെ. എന്നാൽ ഇതിന്റെ വെള്ളം വറ്റുക മതിയാണ്. അപ്പൊ ആ രീതിയിൽ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ചുമന്ന ചീര വെച്ച് വേണമെങ്കിലും ചെയ്യാം, നമ്മുടെ പാലച്ചീര ഉണ്ടല്ലോ അത് വെച്ച് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ മറ്റേ കുപ്പച്ചീര എന്നൊക്കെ പറയത്തില്ലേ ചില സ്ഥലത്ത്, പച്ച കളറിലെ ചീര. അതല്ല, ഈ മഴക്കാലത്തുണ്ടല്ലോ ചിലപ്പം ഇങ്ങനെ കിളുത്ത് വരുമല്ലോ നമ്മുടെ വീട്ടിലും പറമ്പിലൊക്കെ. ഇപ്പൊ നമ്മുടെ ഇവിടെ ആണെങ്കിലല്ലോ റോഡ് സൈഡിൽ മുഴുവൻ നമ്മുടെ തകര കിളുത്ത് വരും. അപ്പൊ അത് ഇവിടെ ഈ ഇവിടുത്തെ ആൾക്കാരുണ്ടല്ലോ, ഈ നമ്മുടെ മാർക്കറ്റിലൊക്കെ പച്ചക്കറി വയ്ക്കുന്നവർ വന്ന് പറിച്ചോണ്ട് പോയി മാർക്കറ്റിൽ നമുക്ക് ഒരു കെട്ടിന് 10 രൂപ അത്രയും സംഭവം. ഇഷ്ടം പോലെ തകര നമ്മുടെ റോഡ് സൈഡിലുണ്ട്. അതെ അതെ, അത് ഈ മഴയാകുമ്പോഴത്തേക്കാണ് ആദ്യത്തെ ഒരു മഴ. തകരക്കാടാകും സത്യം പറഞ്ഞാല് നമ്മുടെ കുറുക്കന്റെ കഥയിലെ തകര പോലെ. അപ്പൊ എന്തായാലും നമ്മുടെ കറി നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഉരുളക്കിഴങ്ങോ ചീരയും അല്ലെങ്കിൽ ഇതുപോലെ പാലക്കോ എന്ത് ഇലയാണേലും കൊള്ളാം, അത് വെച്ച് ഇതുപോലെ ചെയ്ത് നമുക്ക് ആ ടേസ്റ്റ് ഒന്ന് ആസ്വദിക്കും. ടേസ്റ്റ് നല്ലതാണ്, ഹെൽത്തിയുമാണ്. കുഞ്ഞു പിള്ളേർക്കൊക്കെ വേണേലും അവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആണ്. ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ആണെങ്കിൽ വളരെ നല്ല ഒരു കോമ്പിനേഷൻ. നമ്മള് ചപ്പാത്തിക്കൊക്കെ സാറിന് കിഴങ്ങേറി ഉണ്ടായിരുന്നില്ലേ, അപ്പൊ ആ കിഴങ്ങേറിയുടെ കൂടെ നമ്മൾ ചീര കൂടെ ചെയ്തു, വെറും കിഴങ്ങ് വേണ്ട, കുറച്ചുകൂടി ഹെൽത്തിയായി. അപ്പൊ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്ക്. സംഭവം നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയാണ് സാധനം. അപ്പം നമ്മളെപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണ് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ബെല്ലും അതൊക്കെ ഒന്ന് ഓൺ ചെയ്ത് എല്ലാം റെഡിയാക്കി വെക്കുക. പിന്നെ ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം, അപ്പോഴാണ് നമുക്കൊരു സന്തോഷം വരുന്നത്. അപ്പം അതൊക്കെ പറയണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യുക. പിന്നെ ഈ ഇതൊക്കെ അറിയാൻ മേലാത്ത ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ടല്ലോ, പുതിയതായിട്ട് പാചകമൊക്കെ പഠിച്ചു വരുന്നവരൊക്കെ. അപ്പൊ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം നമ്മൾ ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന അത് നമ്മുടെ വീട്ടില് സാധാരണ ഉള്ള സാധനങ്ങൾ വെച്ച് ഉള്ള റെസിപ്പികളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതെല്ലാവർക്കും ഒന്ന് കൊടുക്കുക. നമ്മുടെ സാധാരണക്കാരുടെ അതെ, അതാണ് നമ്മുടെ ഇത്. അപ്പം നല്ലൊരു വ്യത്യസ്തമായ ഒരു റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.